കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശിക്ഷാ നടപടിയുടെ ഭാഗമായി 5 അധ്യാപകരെ മലബാറിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ഇതിൽ 3 പേരെ വയനാട്ടിലെ സ്കൂളുകളിലേക്കാണ് സ്ഥലം മാറ്റിയത്. ശിക്ഷാ നടപടി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഇടമാക്കി വയനാടിനെ മാറ്റാൻ അനുവദിക്കില്ല എന്ന് കാണിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശിക്ഷാ നടപടിയുടെ ഭാഗമായി 5 അധ്യാപികമാരെ മലബാറിലേക്ക് സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിൽ 3 പേരെ വയനാട് ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ തന്നെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഇത് സംബന്ധിച്ച് ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. വയനാട് പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജില്ലയെ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമായിട്ടാണോ സർക്കാർ കാണുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കോട്ടയം RDDയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ റിപ്പോർട്ടാണ്. ഒരു സ്കൂളിൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യമാണ് അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക. അതിലൊരു കാരണവശാലും സഹകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഈ അധ്യാപകർ. പിന്നെ കുട്ടികളെ 2 തരത്തിൽ കാണുക. അതായത് അധ്യാപകർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാർക്ക് കുറയ്ക്കുക, സ്റ്റാഫ് റൂമിൽ വളരെ മോശം രീതിയിൽ നടത്തുക, സ്ഥലം MLAയും PTA യും SMC എല്ലാം കൂടി വിളിച്ച യോഗത്തിൽ പോലും സഹകരിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അധ്യാപകരെ സ്ഥലം മാറ്റും. അതിൽ 3 പേര് വയനാട്ടിലേക്ക്. അപ്പോൾ അതിന് പറയുന്നൊരു കാരണം ഈ വയനാട്ടിലേക്ക് ശിക്ഷാ നടപടിയുടെ ഭാഗമായി ആളുകൾ അയക്കുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. ആ ശീലം അവസാനിപ്പിക്കണം. കാരണം വയനാട് ഈ ശിക്ഷാ നടപടി നേരിടുന്ന ആളുകൾക്ക് പുനരധിവാസം കൊടുക്കാനുള്ള ജില്ലയല്ല. ഇത് കേരളത്തിലെ 14 ജില്ല പോലെ അന്തസ്സുള്ളൊരു ജില്ലയാണ് വയനാട്. ആ അന്തസ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ശിക്ഷാ നടപടി നേരിടുന്ന ആളുകളെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന പോലെയാണ് വയനാട്ടിലേക്ക് വിടുന്നത്. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നത് വയനാടും കാസർഗോഡുമാണ് അങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. അത് പറ്റില്ല. ഇത് ട്രൈബൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഒരു സ്ഥലം എന്ന് പറയുന്നത് കർണാടക ബോർഡറിലുള്ള ലാസ്റ്റ് സ്കൂളാണ് വയനാട്ടിൽ. അപ്പം അത്രയും പ്രയാസകരമായ രീതിയിൽ വിദ്യാഭ്യാസം ഇപ്പം നടത്താൻ അവിടെ അധ്യാപകരും PTA ഒക്കെ ഒരുമിച്ച് നന്നായി ചെയ്യുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ഈ അധ്യാപകരെ കൊണ്ടുവരുന്നതോട് അവിടെ ഇന്നലെ മീറ്റിംഗ് കൂടി PTA ഒക്കെ ശക്തമായി ഇതിനെതിരാണ്. ഇതൊരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. അച്ചടക്ക നടപടി നേരിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലമാണോ വയനാട് എന്നതാണ് ചോദ്യം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.